ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. 300-ലേറെ എംപിമാരും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. എംപിമാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. അഖിലേഷ് യാദവ് അടക്കമുള്ള എംപിമാർ ബാരിക്കേഡ് മറികടന്നു. മല്ലികാർജ്ജുൻ ഖർഗെയുടെയും ശരത് പവാറിന്റെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന എംപിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. एक्चुअली बात नहीं कर सकते हैं, रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है। इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए। സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സജു, ഇന്ത്യ മുന്നണി വലിയൊരു പ്രതിഷേധമാണ് ഡൽഹിയിൽ സംഘടിപ്പിച്ചത്. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള മാർച്ച് അവിടേക്ക് പുറപ്പെടാൻ പോലും ആവാത്ത വിധം അവരെ തടയുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധം പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ടോ? നൗഫൽ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് KC വേണുഗോപാൽ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഇപ്പോൾ അവരുടെ അകത്തേക്ക് കയറി കഴിഞ്ഞു. ഈ ബസ്സിലാണ് അവരെ, അതായത് ഈ അവിടെ പ്രതിഷേധിച്ച എംപിമാർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി എംപിമാരെല്ലാം ഇപ്പോൾ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കടത്തി കഴിഞ്ഞു. അതായത് ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ബസ്സിലായിട്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തിൽ രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിജിറ്റൽ മേഖലയിലൂടെ തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും ഇതിനൊക്കെയും അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നുള്ള വിമർശനമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉയർത്തിയിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട വലിയ പ്രതിഷേധത്തിനൊടുവിൽ സ്ത്രീകളടക്കം വനിതാ എംപിമാരെ അടക്കമുള്ളവരെ ആ മേഖലയിൽ നിന്നും വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ ജനാധിപത്യ ധ്വംസനത്തിന് എതിരെ ശബ്ദിക്കാൻ വന്ന ജനാധിപത്യം വിശ്വസിക്കുന്ന എംപിമാരെ അടക്കമുള്ളവരെ എവിടെ നിന്നും വലിച്ചിടിക്കുന്ന ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെ ഏത് തരത്തിൽ നേരിടണമെന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർത്തുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അല്പസമയം മുൻപാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മറ്റ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരെ ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ വലിയ പോലീസ് സന്നാഹങ്ങളും അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗത്തിന്റെയും അതുപോലെ മാധ്യമപ്രവർത്തകരുടെയും വലിയൊരു കൂട്ടം തന്നെയാണ്. ഇതിപ്പോൾ പാർലമെന്റിന് തൊട്ടടുത്തുള്ള പാർലമെന്റ് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. 2 മണിക്കാണ് സഭാ നടപടികൾ വീണ്ടും പുനരാരംഭിക്കുന്നതിന്. അതിന് മുന്നോടിയായിട്ട് ഇവരെ അറസ്റ്റ് വരിച്ച ശേഷം അവരെ വിട്ടയക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ രാവിലെ 11:30 പാർലമെന്റിൽ നിന്നും വലിയ പ്രതിഷേധവുമായി ഇറങ്ങിയതിനു ശേഷം ലോക്സഭയിലെയും രാജ്യസഭയിലെയും 300-ലധികം വരുന്ന എംപിമാർ വലിയ പ്രതിഷേധമുയർത്തി അവർ പാർലമെന്റിന് പുറത്തേക്ക് വന്നു. ആദ്യം ദേശീയഗാനം പാടിക്കൊണ്ടാണ് അവർ പാർലമെന്റിന് പുറത്തേക്ക് വന്നത്. പിന്നീട് അവിടെ നിന്നും അവരെ നീക്കം ചെയ്യുന്ന ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുണ്ട്. വനിതാ എംപിമാരടക്കം ഈ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കും നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മഹുമ മൊയ്ത്ര അടക്കമുള്ള എംപിമാർ വലിയ പ്രതിഷേധമാണ് മോദിക്കെതിരെ ഉയർത്തിയത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം തന്നെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ നേതാക്കളുടെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. രാജ്യത്ത് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടിക്കെതിരെ വലിയ വിമർശനം ഉയരുമ്പോൾ പോലും അതിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് എന്നുള്ള ആക്ഷേപം സാമൂഹ്യ മാധ്യമങ്ങളടക്കം ശക്തമായിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കൂടുതൽ എംപിമാരും അതുപോലെ തന്നെ മറ്റ് നേതാക്കളടക്കമുള്ളവരെ ഈ വാഹനത്തിനകത്ത് NCP അധ്യക്ഷൻ ശരത് പവാർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഈ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. NCP അധ്യക്ഷൻ ശരത് പവാറാണ് ഈ വാഹനത്തിലുള്ളത്. അതായത് നമുക്കറിയാം, വലിയ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ആദ്യ അലവലിയാണ് ഇന്നിപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങളോട് പോലും പിന്നോട്ടില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ശരത് പവാറാണ്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന NCP അധ്യക്ഷൻ ശരത് പവാറാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ അവരെ അറസ്റ്റ് വരിച്ചിരിക്കുകയാണ്. അവരെ അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ നേതാക്കൾ, ഇന്ത്യ മുന്നണിയുടെ കൂടുതൽ മുതിർന്ന നേതാക്കൾ ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ ധ്വംസനത്തിന്
കമ്മീഷനെതിരെ അല്ലെങ്കിൽ ജനാധിപത്യത്തെ വിമർശിക്കുന്ന കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പോലും അതിനെ ചെവിക്കൊള്ളാനുള്ള നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടില്ല. എന്തായാലും കൂടുതൽ പ്രചാരണ പരിപാടിയിലേക്ക് നീങ്ങാൻ വേണ്ടി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് വൈകിട്ട് ചേരുന്നു. അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രതിപക്ഷ എംപിമാരുടെ യോഗം ചേരുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അത് തന്നെയാണ് നേതാക്കളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പാർലമെന്റിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് പാർലമെന്റ് സഭാ നടപടികൾ പുനരാരംഭിക്കുന്നത്. അപ്പോഴും വലിയ പ്രതിഷേധമാണ് ഉയരാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ മിനിറ്റുകൾ മാത്രമാണ് പാർലമെന്റ് സമ്മേളിക്കാൻ വേണ്ടിയുള്ളത്. രാഹുൽ ഗാന്ധിയാണ് വിഷയം പൊതുമണ്ഡലത്തിൽ എത്തിക്കുകയും അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങൾ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തത്. ഇന്ത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ പ്രതിഷേധത്തിലും അതോടൊപ്പം തന്നെ പാർലമെന്റിനകത്തും ഇത് ദൃശ്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഇന്ന് കണ്ടത്, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 13 മാസങ്ങൾക്ക് ശേഷമാണ് ശക്തമായ ഇന്ത്യ മുന്നണിയുടെ ഒരു പോരാട്ടം നമ്മൾ കാണുന്നത്. അതായത് തെരുവിലിറങ്ങി ഇതിനെ പ്രതിഷേധിക്കുക, ജനാധിപത്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം കാഴ്ചവെക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇന്ത്യ മുന്നണി മുൻപോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി യോഗം ചേർന്നു. അതിലായിരുന്നു രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളൊക്കെ നേതാക്കളോട് വിശദീകരിച്ചത്. അതായത് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ വോട്ട് അട്ടിമറി നടത്തിയത്, BJPക്ക് ഒത്താശ ചെയ്തത് എങ്ങനെയാണ്, കൂട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അതിൽ പൂർണ്ണ തൃപ്തരാണ് ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കൾ അടക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത്, എല്ലാ നേതാക്കളുടെയും പ്രതികരണം വ്യക്തമാകുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ആരോപണങ്ങളെല്ലാം തന്നെ വസ്തുതാപരമായ ആരോപണങ്ങളാണ്. പക്ഷേ അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുമ്പോൾ പോലും, അത് തെറ്റാണെന്ന് കമ്മീഷൻ പറയുമ്പോൾ പോലും, അത് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയും 6 മാസത്തെ ഗൃഹപാഠത്തിലൂടെയുമാണ് രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ വിഷയം രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കമായിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ നിലപാട് എന്താണ്? ആം ആദ്മി പാർട്ടി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? നൗഫൽ, ഇതുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി യാതൊരു പ്രതികരണം നടത്തിയിട്ട് നമുക്കറിയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടുപോകുന്നത്. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിലെ മത്സരവുമായി ബന്ധപ്പെട്ട്, ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിലെ മത്സരവുമായി ബന്ധപ്പെട്ടാണ് ആം ആദ്മി പാർട്ടി സഖ്യം വിട്ട് പുറത്തു പോകുന്നത്. പക്ഷേ ഇതിൽ നിർണായക നിലപാട് ആം ആദ്മി പാർട്ടി സ്വീകരിക്കണമായിരുന്നു. പക്ഷേ ഇതുവരെയും ആ നേതാക്കളാരും തന്നെ പ്രതികരിച്ചിട്ടില്ല. ബാക്കി ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് കള്ളവോട്ട് നടന്നത്, BJPയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പോലെ BJP ഇത്തരത്തിലുള്ള കള്ളവോട്ട് നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടുകൂടിയാണെന്ന് പറയുമ്പോഴും ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ദേശീയ പാർട്ടികളൊക്കെ അത് അംഗീകരിക്കുന്നു. ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികൾ ഇക്കാര്യം അംഗീകരിക്കും. അതുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങളായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയും കോൺഗ്രസ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു ഡിജിറ്റൽ രംഗത്തെ വലിയൊരു പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഈ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്നത് കൂടുതൽ പ്രചാരണ പരിപാടികളും നടപടികളും എത്തരത്തിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ് ഈ യോഗം ചേരുന്നത്. അതിനുശേഷമായിരിക്കും ഈ പ്രതിപക്ഷ എംപിമാരുടെ യോഗം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്നത്. അവിടെയും കൃത്യമായിട്ടുള്ള നിലപാടുണ്ടാവും. ഇനി മുൻപോട്ട് ദിവസങ്ങളിൽ, അതായത് ഈ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം, ബീഹാറിലെ വോട്ടർ പട്ടികയിലെ പരിഷ്കരണമാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇത് റദ്ദാക്കണമെന്നും ഇത് നിർത്തലാക്കണമെന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും കോൺഗ്രസിന്റെയും രാജ്യത്തെ മറ്റ് ജനാധിപത്യ വിശ്വസിക്കുന്ന എല്ലാ പാർട്ടികളും